കെ.ജി. കുമാർ എന്നോടൊപ്പം ചേരുകയാണ് കൊട്ടാരക്കരയിൽ നിന്ന്. കുമാർ, ഹലോ. ആ ഹലോ. ഹലോ. യെസ്, കേൾക്കാം. ആ ആ അല്ല, ഈ ക്രൈസ്തവ വോട്ട് പിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ബി.ജെ.പി. ഇപ്പോഴൊന്നും അല്ല, കുറെ നാളായിട്ട് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശ്രമം ഇങ്ങനെ തുടരുകയാണ്. അത് ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ബി.ജെ.പി. എന്ന് പറയുന്ന പാർട്ടിക്ക് അതിന്റെ ഗുണം ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. ഒരു കാരണവശാലും 5 സീറ്റിൽ കുറയത്തില്ല. അതിൽ കൂടുതൽ 5-നും 10-നും ഇടയ്ക്കുള്ള സീറ്റ് കേരളത്തിൽ എന്തായാലും സാന്നിധ്യം അറിയിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം ഞാനിത് ഇവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ ശ്രീ കെ.ജി. കുമാർ. നമ്മളിത് കഴിഞ്ഞാലും വിളിക്കണം. അപ്പൊ വിളിക്കുമല്ലോ. അപ്പൊ ഞാനിത് പറയാം 5-ഉം 10-ഉം അല്ലെ കുമാറും ശ്രീ കെ.ജി. കുമാർ 5-നും 10-നും ഇടയ്ക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികളിലെ എല്ലാ വിഭാഗമൊന്നും അല്ല. ഈ പെന്തക്കോസ്റ്റൽ പോലുള്ള വിഭാഗങ്ങളാണ് ഈ ആക്രമിക്കേണ്ട കാര്യമുണ്ടോന്നേ. അല്ല നടക്കുന്ന. അതിപ്പം വേറൊരു കാര്യമുണ്ട്, എല്ലാത്തിനും വലിയ തലതിരിഞ്ഞ ആൾക്കാർ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതില് ഈ ഇതുണ്ട്. അല്ലാതെ ഇവിടുത്തെ ഈ സാധാരണ ഓർത്തഡോക്സ് സഭയോ മാർത്തോമയോ അല്ലെങ്കിൽ ജാക്കോബായോ മലങ്കര സഭയോ അവരാരെങ്കിലും മതം മാറ്റാൻ ആരടുത്തെങ്കിലും പോകുന്നുണ്ടോ? ഇവിടെ ആരടുത്തെങ്കിലും വരുന്നുണ്ടോ? അവരൊന്നും അല്ല. ഇതൊക്കെ ഒരു പ്രത്യേക ഇതാണ്. കാര്യം അവര് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഞങ്ങൾക്ക് ഇനി 500 മൗലാളിയെ ഉള്ളു എന്നുള്ള ഒരു ഇത് അവർക്ക് അറിയാം. അതനുസരിച്ച് അവരും നീങ്ങുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ഷിജു മേലെടുത്ത് ചേർന്നിട്ടുണ്ട്. അപ്പം മുനമ്പം പാർട്ട് 2 എന്നാണ് പറയുന്നത്. മുനമ്പത്ത് വീണ്ടും ആ സമരം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് കരുതുന്നത്. മലയാളീസ് വിൽ നെവർ ലേൺ എന്ന് പറയുന്നു. ശശിധരൻ പിള്ള എന്നോട് നമസ്കാരം പറയുന്നു. കിഷോർ കോന്നി നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നുണ്ട്. പ്രമോദ് നാണു നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നോടൊപ്പം ചേർന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് 5% വോട്ട് ബി.ജെ.പിക്ക് കിട്ടുമെന്നാണ് പ്രമോദ് നാണു പറയുന്നത്. ശശി പിറവത്ത് നിന്ന് വിളിക്കുന്നു. ശശി, 5% വോട്ട് കിട്ടുമെന്നൊരു പ്രേക്ഷകൻ എനിക്ക് മെസ്സേജ് അയക്കുന്നു. കിട്ടുമോ ശശി? എനിക്കിത് കേൾക്കുമ്പോൾ ശരിയാ സാറേ. ഞാൻ വടക്കേ ഇന്ത്യയിൽ 10-35 വർഷം ഉണ്ടായിരുന്ന ആളാ. വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് വടക്കേ ഇന്ത്യയിൽ എവിടെ? വടക്കേ ഇന്ത്യ ഞാൻ കൽക്കട്ടയിലുണ്ടായിരുന്നു, ഒറീസയിലുണ്ടായിരുന്നു. മിക്കവാറും ടൂറൊക്കെ നടക്കുന്ന ആളായിരുന്നു. പക്ഷെ കേരളത്തിലെ സ്ഥിതി അല്ല വടക്കേ ഇന്ത്യ. കേരളത്തിൽ നമ്മള് ഈ പറയുന്ന മാതിരി ഒക്കെ അത് മനുഷ്യരെ എന്ത് പറയുന്നത് അത് മിസ്ലീഡ് ചെയ്യുകയാണ്. പക്ഷെ വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും ബി.ജെ.പിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഈ 140 കോടി ജനങ്ങളുള്ളതില് നമ്മുടെ കേരളത്തിലൊഴിച്ച് മറ്റുള്ളവർ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു? അവർ വിഡ്ഢികളാണോ? അവരും എഡ്യൂക്കേറ്റഡ് അല്ലേ? പിന്നെ സാറൊന്ന് കാണുക, നമ്മുടെ ഈ ബി.ജെ.പിയിലുള്ള നേതാക്കാരും ഇപ്പം ജോയിൻ ചെയ്യുന്നവരെല്ലാം ക്വാളിഫൈഡ് ആണ്. ദേ ആർ വെരി ക്വാളിഫൈഡ്. നോക്കണേ, ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എല്ലാവരും വിഡ്ഢികളാണോ? നമുക്ക് കുറച്ചു കാലം കുറച്ചു പേരെ വിഡ്ഢിയാക്കാം, എന്നും ഒരാളെ വിഡ്ഢിയാക്കാൻ പറ്റില്ല. ഞാൻ വടക്കേന്ത്യ പലയിടത്തും പറയുന്നത് ക്വാളിഫൈഡ് ആയ ആളുകൾ ബി.ജെ.പിയിലേക്ക് വരുന്നത് നല്ല ലക്ഷണമായിട്ടാണ്. എന്താണ് അവർ പറയുന്നത്? അതെ, അവർക്ക് ചിന്തിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർ വിഡ്ഢികളാണോ? പിന്നെ ആളുകൾ അധികാരമുള്ളിടത്തേക്കാണ് ക്വാളിഫൈഡ് ആളുകൾ വരിക. കാരണം അവിടെയാണ് സ്വാധീനം, അപ്പൊ അവിടെയാണ് സാധ്യത. അപ്പൊ ഈ പല ഉന്നത ഉദ്യോഗസ്ഥത്തിലൊക്കെ ഇരുന്ന ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ടില്ലേ, വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത ആളുകൾക്ക് പിന്നെ ഇറങ്ങിക്കഴിയുമ്പോൾ അധികാരമില്ലാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ പ്രബല പാർട്ടികളിൽ പോയി, ഇപ്പോൾ CPM-ൽ പോയി പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടില്ല. താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചൊക്കെ വന്ന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതൊരു എളുപ്പ വഴിയാണ് ബി.ജെ.പി. എന്ന് കണ്ടു പോകുന്നവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം പറയാനാകുമോ? ഇല്ലില്ല, അതൊരു ഫാക്ടറാണ്. സാർ പറഞ്ഞതിൽ അതൊരു ഫാക്ടറാണ്. ഇറ്റ്സ് ഓൺലി മൈനർ ഫാക്ടർ. പിന്നെ വടക്കേ ഇന്ത്യയെ സന്ദർശിക്കുമ്പം നമ്മുടെ ഡെവലപ്മെന്റ് കാണാൻ പറ്റും. ഇപ്പൊ UP-യിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്ദർശിക്കുന്ന ആളാ ടൂർ പോകുമ്പോഴേ. അന്നേരം ഞങ്ങൾ തന്നെ പറയും, ഇത് ഇവിടെ പറയുന്ന പോലല്ലോ, അവിടെ എന്തൊരു ഡെവലപ്മെന്റ് ആണ്. എന്നാ വഴിയിലൊരു അടിയും ബഹളവും ഒന്നും കാണാനില്ല. പിന്നെ നമ്മൾ ബസ്സുകൾ, പിന്നെ നമ്മുടെ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അവര് ഒരു മിതമായിട്ട് ഒരു സംസാരമൊക്കെയാണ്. എല്ലാവരും ഒരു കൂൾ മൈൻഡഡ് ആൾക്കാരാണ്. പിന്നെ ചിലർക്ക് എന്തോ ശാന്തമായി ഇത് എവിടെ പോയപ്പോഴാണ് ഇത് കണ്ടത്? ഞാൻ ഈ അടുത്ത് ബീഹാറിലൂടെ ചെന്നപ്പോ അവിടെ പക്ഷേ ബീഹാർ വേറെ സാറേ. അവിടെ എഡ്യൂക്കേഷൻ ലെവൽ കുറവാണ്. ബീഹാർ എഡ്യൂക്കേഷൻ ലെവൽ കുറവാണ്. ഇപ്പൊ നമ്മൾ എന്തു പറയുന്നു അവർ അപ്പടെ കണ്ണടച്ച് വിശ്വസിക്കും. പിന്നെ ഒറീസ അങ്ങനെ ആയിരുന്നു. UP ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ വല്ലാതെ മാറി. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഭുവനേശ്വറിൽ ചെന്നിരുന്നു. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഭുവനേശ്വറിൽ പോവാണ്. അപ്പോൾ എൻ്റെ മോളെ അവിടെ ഒരു സ്ഥാപനത്തിൽ ആദ്യം അവിടെയാണ് ചേർന്നത്, നൈസർ. പിന്നെയാണ് ഐസറിലേക്ക് പോയത്. അപ്പോൾ അവിടെ അതിന് പോയതാണ്. അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റുന്ന സ്ഥലമുണ്ടോ എന്നൊക്കെ ഈ ഡ്രൈവറോടൊന്ന് ചോദിക്കാമോ എന്നൊക്കെ. ഞങ്ങളുടെ വണ്ടി ഓടിച്ചിരുന്ന ആൾ. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് തന്നെ ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചോളൂ, എനിക്ക് മലയാളം അറിയാമെന്ന്.
അതാ ഒന്നാമത്തെ സംഭവം. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വേറൊരു സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ അയാൾക്ക് മലയാളം അറിയാം. അങ്ങനെ ഒറീസയിൽ കുറേ ആളുകൾക്ക് മലയാളം അറിയാം എന്നത് എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തി കേട്ടോ. അവരൊക്കെ ഇവിടെ പല ജോലിക്കും വന്ന് ഇവിടുന്ന് ഈ മലയാളമൊക്കെ പഠിച്ചിരിക്കുകയാണ്. അതെ അതെ. പിന്നെ പല സ്ഥലത്തും കൽക്കട്ടയിലെ ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ ഇപ്പം പറഞ്ഞില്ലേ ഈ പിന്നെ നമ്മുടെ മതം മാറ്റം കാര്യം പറഞ്ഞില്ലേ, അത് ശരിയാണ്. അതേ ഈ ട്രൈബൽ ഏരിയയിലാണ്, അല്ല സിറ്റിയിലൊന്നും അല്ല. ട്രൈബൽ ഏരിയയിൽ അത് നടന്നതാണ്, അത് സംഭവിച്ചത്. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, മനസ്സിലായില്ലേ? ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അതൊക്കെ നടക്കും. പക്ഷെ പൊതുവെ ആൾക്കാർക്ക് ഒരു ഫേവറിറ്റിസമാണ് കാണുന്നത്. അല്ലാതെ നമ്മളിവിടെ പറയുന്ന പോലെ അല്ല സാറേ. നമ്മളൊക്കെ അവിടെ മനുഷ്യർക്ക് ഉയർച്ച, പിന്നെ അല്ലെങ്കിൽ അവർ, ഞാൻ ചോദിച്ചില്ലേ ഇത്ര ആൾക്കാർ വിഡ്ഢികളാണോ, അതുകൊണ്ടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ല, അതിൽ എനിക്ക് അത് വിഡ്ഢികളല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. വളരെ ബുദ്ധിയുള്ള ആളുകളാണ്. കാരണം ഇവിടെ സാധ്യതകൾ അവിടെയാണ്, അധികാരം ആ സ്ഥലത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അങ്ങ് ചേർന്ന് കളയാം എന്ന ആളുകൾ ചിന്തിച്ചാൽ അതിൽ തെറ്റില്ലല്ലോ. അല്ലാതെ ആശയം ഇതാ ഞാൻ ഈ ആശയത്തിൽ ആകൃഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിൽ പോയ ഒരാളെ കാണിച്ചു തരാമോ? എല്ലാവരും പറയുന്നത് എന്താണ്, ഞങ്ങൾ നരേന്ദ്രമോദിയുടെ വികസനത്തിനൊപ്പമാണ് എന്നല്ലാതെ BJP ആശയം മനസ്സിലാക്കിയാണ് ഞങ്ങൾ പോകുന്നതെന്ന് അവർ പറയുന്നില്ല. ആരെങ്കിലും പറയുന്നുണ്ട്? അല്ല, ആശയങ്ങൾ ചിലതൊക്കെ പാളിച്ചകളുണ്ട്, എന്നാലും എല്ലാം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ തെറ്റാണെന്നേ പറഞ്ഞില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ പോകുന്ന വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന് റിട്ടയർ ചെയ്യുന്ന ആളുകളെല്ലാം പോയിട്ട് അവിടെ പറയുന്ന ഈ ആശയം ഞങ്ങൾക്ക് അത്രമാത്രം മഹത്തരമായി തോന്നി അതുകൊണ്ട് പോയി എന്ന് പറയുന്നില്ല. മറിച്ച് നരേന്ദ്രമോദി ഒരു വികസന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു, ഞങ്ങൾ അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു, ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദി മാറി നിന്നാൽ ഇവരും മാറുമോ? ഇപ്പൊ നമ്മൾ ശശി തരൂരിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ക്വാളിഫൈഡ് അറിവുള്ള ആളാണ്, ലോകം മുഴുക്കെ ചുറ്റി സഞ്ചരിച്ച ആളാണ് അല്ലേ? പക്ഷെ പുള്ളിയാണെങ്കിലും ചിലതൊക്കെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരാളൊരു 10 തീരുമാനം എടുത്താൽ ഒരു 7 ശരിയായാൽ മതി. നമ്മൾ ഹ്യൂമൻ ബീയിങ് അല്ലേ? ഒരു 10 എടുത്താൽ ഒരു 7 ശരിയായാൽ നമ്മൾ ആളിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കുറേ നേരം സംസാരിക്കാൻ കഴിയും. അപ്പോൾ എന്നോടൊപ്പം പ്രസന്നൻ മാള കൂടി ചേരുന്നുണ്ട്. ഞാൻ ശ്രീ പ്രസന്നനിലേക്ക് വരാം. അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നത് 10 മുതൽ 30 സീറ്റ് വരെയാണ് BJP ടാർഗറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്ലാഡിയേറ്റർ നമ്മുടെ പൊതുവേദിയിൽ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് നോക്കാം. നമസ്കാരം, ആറ്റുകാൽ പൊങ്കാലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു ഒരു നമ്മുടെ ജയകുമാർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊങ്കാലി ഇന്ന് മഹോത്സവം തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ജയകുമാറിനെ പോലുള്ള ആളുകളൊക്കെ ആ ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശശിധരൻ പിള്ളை പറയുന്നു യാത്ര ചെയ്യാൻ വയ്യ, മനസ്സവിടെ എത്തും ജയകുമാർ എന്ന് പറയുന്നു. അപ്പോൾ മനസ്സുണ്ട്, പക്ഷേ യാത്ര ചെയ്യാനുള്ള ആരോഗ്യ പ്രശ്നമില്ലെന്ന് തോന്നുന്നു നമ്മുടെ ശശിധരൻ പിള്ളയ്ക്ക്. അല്ലെങ്കിൽ പൊങ്കാലിക്ക് പോകാൻ മഹോത്സവത്തിന് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ മനോജ് കുമാർ എന്നോട് പറയുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടുമോ എന്ന സംശയം ജനിച്ചപ്പോൾ അതെല്ലാം മാറിയില്ലേ? ആ സംശയം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറും എന്നാണ് മനോജ് കുമാർ പറയുന്നത്. അപ്പോൾ ശ്രീ പ്രസന്നൻ മാള തൃശ്ശൂരിൽ നിന്നാണല്ലോ. ശ്രീ പ്രസന്നൻ മാള, സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പലർക്കും. ഇപ്പോൾ ആ സംശയം മാറി. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് അടുക്കുമോ എന്ന് സംശയിക്കുന്നവർക്കൊക്കെ ഒരു മറുപടി കിട്ടുമെന്നാണ് മനോജ് കുമാർ എന്നൊരു പ്രേക്ഷകൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അത് ശരിയാണോ? എന്തായാലും മാറ്റങ്ങൾ ഉണ്ടായേ പറ്റൂ. കുറെ കാലമൊന്നും ആരും തടഞ്ഞു നിർത്താൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ തന്നെ എന്തോരം ആൾക്കാർ മുമ്പ് ഇതിന്റെ ബിഗിനിങ്ങിൽ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പക്ഷെ പിന്നെ അത് അതായത് ഒരുപാട് ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചാർന്നാണ്, നേതാക്കന്മാരാ ജയിലിലിട്ടുണ്ട്. പക്ഷെ അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.